നമുക്ക് അരവിന്ദിന്റെയും മക്കളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അരവിന്ദിന്റെയും മക്കളുടെയും പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കണ്ടേ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന ഒടുവിൽ പോലീസും എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ശാരദയ്ക്ക് ആകെപ്പാടെ ടെൻഷനായിപ്പോയി. ഈ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കും, ഈ സ്നേഹതീരത്തു നിന്ന് പിടിച്ചിറക്കും എന്ന് ഓർത്ത് കഴിഞ്ഞപ്പം ശാരദയ്ക്ക് സഹിച്ചില്ല. അങ്ങനെയാണ് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ശാരദ അകത്തേക്ക് കയറിപ്പോയി. പിന്നീട് ഒരു ജാറ് മണ്ണെണ്ണ എടുത്തുകൊണ്ട് വന്നു. ആ മണ്ണെണ്ണ എടുത്തു കൊണ്ടുവന്ന് തലയിലേക്ക് കമിഴ്ത്തുവാണ്. എന്നിട്ട് പറഞ്ഞു, ഇനി എന്നെ പിടിച്ചിറക്കുക, ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. ഞാനും എൻ്റെ അരവിന്ദേട്ടൻ്റെ അടുത്തേക്ക് പോകാൻ പോവാം. ഞാനും അരവിന്ദേട്ടന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയ വീടാ. ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ നിങ്ങൾ ആരും കരുതണ്ട. അങ്ങനെ എന്നെ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ എനിക്കിനി പോകാനായിട്ട് ഒരിടം മാത്രമേ ഉള്ളൂ, എൻ്റെ അരവിന്ദേട്ടൻ്റെ അടുത്തേക്കെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഒരു നിമിഷം പോലീസും പിന്നെ ബഹങ്കാരും ആകെപ്പാടെ ജെട്ടിത്തിരിച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. കാവേരി പറഞ്ഞു, എന്താ അമ്മ എന്താ കാണിക്കണമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും വിനീത് പറഞ്ഞു, അമ്മായി ഒന്നും കാണിക്കരുത്, ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. രാധൻ പറഞ്ഞു, ശാരദ നീ എന്ത് ബുദ്ധിമോശാ കാണിക്കണേ, ആ ലാമ്പ് താഴെ ഇടാൻ പറഞ്ഞു. പക്ഷെ ശാരദ കൂട്ടാക്കിയില്ല. ശാരദ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കുമാണ് ഒരു കാറ് വന്ന് നിൽക്കുന്നത്. കാറിനകത്തുനിന്ന് ജയപാലൻ ഇറങ്ങുവാണ്. ജയപാലൻ വന്ന് നോക്കിക്കഴിയുമ്പോൾ ഈ രംഗങ്ങളൊക്കെയാണ് കാണുന്നത്. ശാരദ അങ്ങനെ ലാമ്പ് വെച്ച് തൻ്റെ ജീവിതം കൊടുക്കാനായിട്ട് ഇരിക്കുകയാണ്. ദേഹം മുഴുവൻ മണ്ണെണ്ണയ്ക്കകത്ത് കുളിച്ച് നിൽക്കുകയാണ്. ലാമ്പൊന്ന് തെളിച്ചാൽ മാത്രം മതി, അപ്പം തന്നെ അഗ്നിക്കിരയാവും ശാരദ. ഒരു നിമിഷം ജയപാലൻ പോലും ഞെട്ടിപ്പോയി. ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ജയപാലൻ വന്നിട്ട് എന്താ അതെന്ന് ചോദിച്ചു. ശാരദ പറഞ്ഞു, കണ്ടില്ലേ, ഇവരെന്നെ പിടിച്ചിറക്കി വിടാൻ നോക്കുക. ഞാനിവിടുന്ന് ഇറങ്ങില്ല ജയപാലേട്ടാ, എന്നെ കൊന്നാലും ഞാനിവിടുന്ന് പോകത്തില്ല. ഇതെൻ്റെ അരവിന്ദേട്ടൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മണ്ണ, കഷ്ടപ്പെട്ട് പണിത വീടാ. ഈ വീട്ടിൽ നിന്ന് ഞാൻ എൻ്റെ പെൺമക്കളെയും വിളിച്ചുകൊണ്ട് എങ്ങോട്ടേക്ക് ഇറങ്ങി പോകാനാ, ഞാൻ ഇറങ്ങില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ജയപാലൻ വന്നിട്ട് പോലീസുകാരോട്, നിങ്ങൾ എന്ത് പരിപാടിയായി കാണിക്കണേ? അത് കേട്ടപ്പം ജയപാലനോട് പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല, ഞങ്ങളുടെ ഡ്യൂട്ടിയെ ചെയ്യുന്നേ. ബഹങ്കാരി വിളിച്ചു, ഞങ്ങൾ വന്നു, ഇതേ കോർട്ട് ഓർഡർ ഉണ്ട്, ഒന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ജയപാലന് അതൊക്കെ വാങ്ങിച്ചിങ്ങനെ നോക്കുകയാണ്. ഇപ്പം മനസ്സിലായില്ലേ ഞങ്ങൾ എന്തുകൊണ്ടായി ചെയ്യുന്നതെന്ന്. ബഹങ്കാരോട് പറഞ്ഞു, കുറച്ച് ദിവസം കൂടെ സാവകാശം കൊടുത്തുകൂടെ? എത്ര സാവകാശം കൊടുത്തു, എത്ര നോട്ടീസ് അയച്ചു, ഒന്നിനും റിപ്ലൈ വന്നില്ല. കഴിഞ്ഞ ദിവസം ഇവരോട് വന്ന് പറഞ്ഞിട്ട് പോയതാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നിങ്ങളെങ്കിലും അവരെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ജയപാലൻ ശാരദയോട് പറഞ്ഞു, ശാരദേ ഇതും കൊണ്ടൊരു ശാശ്വത പരിഹാരമാകുമോ? ഒന്നുമില്ല. നീ മരിച്ചുകൊണ്ട് ഈ കുട്ടികൾക്ക് ആരാ ഉണ്ടാകുന്നേ? നീ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതെ നിന്റെ തള്ളും കൂടെ നഷ്ടപ്പെടും. അരവിന്ദനോ പോയി, നീ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അരവിന്ദന് ആത്മാവിന് പോലും ശാന്തി കിട്ടത്തില്ല, നിനക്കറിയാലോ. അത് കേട്ടപ്പോൾ ശാരദ പറയും, പിന്നെ ഞാൻ എന്ത് ചെയ്യും ജയപാലേട്ടാ? നീ ആദ്യം ഒരു കാര്യം ചെയ്യ, ഒന്ന് സമാധാനപ്പെട്, നമുക്ക് കാര്യങ്ങളൊക്കെ ശരിയാക്കാം. ബാങ്കിലെ കാര്യങ്ങളല്ലേ, നമുക്ക് 2-3 ദിവസത്തിലുള്ള എങ്ങനെയെങ്കിലും ക്യാഷ് അടിച്ച ഈ വീട് നമുക്ക് തിരിച്ചെടുക്കാം എന്നൊക്കെ ഇങ്ങനെ ജയപാലൻ സമാധാനിപ്പിക്കുകയാണ്. പിന്നീട് പറഞ്ഞു, അതെ നീ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ കുട്ടികൾ എന്ത് ചെയ്യുന്നു നീ ചിന്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും കാവേരിയും ഗംഗയും നിളെ എല്ലാവരും കിടന്ന് കരയുവാണ്. അമ്മ ഇത് എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്? അമ്മേ ആ ലാമ്പ് കളയാനൊക്കെ പറയുന്നുണ്ട്. ഒടുവിൽ ഒരു വിധത്തിൽ അങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ശാരദയെ. പിന്നീട് ബാങ്കുകാർ പറഞ്ഞു, അതെ നിങ്ങൾക്ക് എന്തെങ്കിലും എടുക്കാനുണ്ട് എടുത്തോളാൻ പറഞ്ഞു. ശാരദയുടെ അടുത്ത് എന്നിട്ട് ജയപാലൻ പറഞ്ഞു, ശാരദ എന്തെങ്കിലും പണമോ സ്വർണ്ണോ ഡ്രസ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും എടുത്തോണ്ട് മാറ്, അവരവരുടെ ഡ്യൂട്ടി ചെയ്യട്ടെ എന്ന് പറഞ്ഞു. നമ്മൾ അവരുടെ ഡ്യൂട്ടിക്ക് തടസ്സം നിന്നിട്ടുണ്ടെങ്കിൽ അതെ നീ പോയാലും ഈ കുട്ടികളെ ആണെങ്കിലും അവർ വഴിയിലാക്കത്തുള്ളൂ, പിന്നെ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ശാരദയ്ക്കൊന്നും ശരിയാന്ന്. ഒടുവിൽ എല്ലാവരും കൂടെ കയറി അവരവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുക്കുകയാണ്. അങ്ങനെ ഒടുവിൽ ബഹങ്കാരി വീട് പൂട്ടി ജപ്തി ചെയ്യുവാണ്. ആ സമയത്ത് ശാരദയുടെയൊക്കെ കണ്ണും നിറഞ്ഞൊഴുകുക. എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം എന്നറിയത്തില്ല. ജയപാലൻ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്ന പോലെ തന്നെ കൂടെ നിൽക്കുന്നുണ്ട്. എല്ലാത്തിനും കാരണം അവൻ ഒറ്റയൊരുത്തനാണ്. അവനാണ് ഈ പണിയെല്ലാം വെച്ചിരിക്കുന്നത്. അരവിന്ദനെ ചതിച്ച അവനാണ്. ആ ജയപാലൻ കാരണമാണ് അരവിന്ദൻ മരിച്ചത്. പക്ഷെ അത് ശാരദയ്ക്കും മക്കൾക്കൊന്നും അറിയില്ലോ എന്താ ഏതാ സംഭവം എന്നൊന്നും. ഒടുവിൽ ശാരദയുടെ അടുത്ത് നിന്നിട്ട് വിനീത് പറഞ്ഞു, അമ്മായി വിഷമിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ടിരിക്കുക, എന്താണല്ലോ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. ഞാനില്ലേ, ഒരു കാര്യം ചെയ്യുക, വീട്ടിലേക്ക് പോരാൻ പറഞ്ഞു. അപ്പോഴേക്കും ജയപാലൻ പറഞ്ഞു, ശാരദ നീ ഒരു കാര്യം ചെയ്യുക, ഇവരെ കൂട്ടി വീട്ടിലേക്ക് വാ, അരവിന്ദൻ്റെ മക്കളും ഭാര്യയല്ലേ, ഞാൻ എന്താണെങ്കിലും നിങ്ങളെ റോഡിലേക്ക് വലിച്ചെറിയില്ല എന്ന് പറഞ്ഞു. ശാരദ ആകെപ്പാടെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും നീളെ ഓടിപ്പോയി അച്ഛൻ്റെ ഒരു ഫോട്ടോയും കൂടെ അകത്തുനിന്ന് എടുക്കണമെന്ന് പറഞ്ഞു. ആ സമയത്ത് അവർ പറഞ്ഞു, ബാങ്കുകാർ പറഞ്ഞു, ഞങ്ങളിത് പൂട്ടി സെയിൽ വെച്ചാൽ എനിക്ക് എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ എടുത്താൽ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. ഒടുവിൽ അവർ സമ്മതിച്ചു. അങ്ങനെ നിള എന്ത് ചെയ്തു, ആ ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ശാരദയ്ക്കൊന്നും സഹിച്ചില്ല. ഗംഗ നിളയെ ചേർത്ത് പിടിച്ചു. നിളയെ ആ സമയത്ത് കരയുവാണ്.
കാരണം ഇത്രയും നാളും ജനിച്ചപ്പോൾ മുതൽ ഓടിക്കളിച്ച് വളർന്ന വീടാണ് ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെടുന്നത്. അപ്പോഴേക്കും വിനീത് വന്നിട്ട് പറഞ്ഞു, അമ്മായി ഞങ്ങളുടെ കൂടെ വാ എന്ന് പറഞ്ഞു. ആ സമയത്ത് ഒരു നിമിഷം ആലോചിച്ചിട്ട് കാവേരി പറഞ്ഞു, അത് വേണോ വിനീതേട്ടാ? ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ വിനീതേട്ടൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുമോയെന്ന് ചോദിച്ചു. അതൊന്നും സാരമില്ല, അതൊക്കെ ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞു. പിന്നീട് ജയബാലൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ഇപ്പം തൽക്കാലത്തേക്ക് ഇവരുടെ പോ, വിനീതിൻ്റെ കൂടെ പോ, പിന്നീട് എന്താണെന്ന് വെച്ചാൽ ഞാൻ തീരുമാനിക്കാം. അല്ല, അത് പിന്നെ ജയബാലനങ്ങളെ വീടിൻ്റെ കാര്യം അതൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം, ധൈര്യമായിട്ട് ഇവരുടെ കൂടെ പോയിക്കോളാനും പറഞ്ഞുകൊണ്ട് അങ്ങനെ ജയബാലൻ പറഞ്ഞു വിടുവാണ്. പിന്നീട് ജയബാലൻ അങ്ങോട്ടേക്ക് പോയി. ആ സമയത്ത് ശാരദയ്ക്കൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ശാരദ അകത്തേക്ക് നോക്കി. എന്തൊക്കെ പ്രതീക്ഷയോട് കൂടിയിട്ട് ഇവിടെ വന്ന് താൻ വരുന്നതുമായിട്ട് ജീവിതം ആരംഭിച്ച ഈ വീട് പണിയുമ്പോഴൊക്കെ ഭയങ്കര പ്രതീക്ഷയായിരുന്നു. തൻ്റെ പെൺമക്കൾ ഓരോരുത്തരായിട്ട് വളർന്നു വരുമ്പം അവരുടെ കല്യാണം കാര്യങ്ങളും എല്ലാം സ്വപ്നം കണ്ടതാണ്. ഇന്നലെ വരെ എന്തൊരു ആഘോഷം കാര്യങ്ങളും ആയിരുന്നു. പെട്ടെന്നൊരു നിമിഷം കൊണ്ട് എല്ലാം ഇല്ലാതായത്. അരവിന്ദേട്ടൻ്റെ മരണം ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചു. ശാരദ വിങ്ങിപ്പൊട്ടി കരയാണ്. ഗംഗയെ യമുനെ കാവേരി എല്ലാം ശാരദയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നീട് വിനീത് അവരെയും കൊണ്ട് നേരെ പോകുന്ന വീട്ടിലേക്കാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും സുജാത അങ്ങോട്ട് ഇറങ്ങുന്നു. എന്താടാ നീ ഇവരെയും വിളിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നേ? നോക്കിക്കഴിഞ്ഞപ്പോൾ എല്ലാവരുടെ കയ്യിലും ബാഗും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ആ സമയം വിനീത് പറഞ്ഞു, അമ്മേ അത് പിന്നെ ബാങ്കുകാർ വന്ന് ആ വീട് ജപ്തി ചെയ്തെന്ന് പറഞ്ഞു. ജപ്തി ചെയ്യാനോ? നീ എന്തൊക്കെ പറയണമെന്ന് ചോദിച്ചു. അതെ അമ്മേ, ബാങ്കിൽ ലോൺ ഉണ്ടായിരുന്നു, ആ വീട് പണിയാനായിട്ട് അമ്മാവൻ എടുത്ത കുറേ നാളായിട്ട് കുടിശ്ശികയായിരുന്നു. അപ്പോൾ ബാങ്കുകാർ വന്ന് ജപ്തി ചെയ്തു, അതുകൊണ്ടാണ് ഇവരെയും വിളിച്ചുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ സുജാത പറഞ്ഞു, ഓ അപ്പം അതാണല്ലേ കാര്യം, വെറുതെ അല്ല എല്ലാവരും കൂടെ ഞാനോർത്ത് ബംഗ്ലാവ് വിട്ടിട്ട് എന്തിനാണോ ഈ കുടിലിലേക്ക് വന്നേന്ന് ഓർത്തു, ഇപ്പോഴല്ലേ മനസ്സിലായത്. അപ്പം അങ്ങനെ വരട്ടെ കാര്യങ്ങൾ. അപ്പോഴേക്കും ശാരദയുടെയും ഗംഗയുടെയും കാവേരിയുടെയും ഒക്കെ മുഖം മാറി പെട്ടെന്ന്. അവരിങ്ങനെ പ്രതീക്ഷിച്ചില്ല. എടാ അതിന് നീ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഓണവും വിഷു എന്തു വന്നാലും എല്ലാവരും പോകുന്ന എന്തോ ജയബാലനോ അയാളുടെ വീട്ടിലേക്കായിരുന്നല്ലോ, അവിടെ പോയായിരുന്നല്ലോ ആഘോഷിച്ചുകൊണ്ടിരുന്നേ. പിന്നെ എന്തിനാ ഇവരെയും വിളിച്ചോണ്ട് ഇങ്ങോട്ടേക്ക് വന്നേ? ഓ നമ്മുടെ വീട്ടിലേക്കൊക്കെ വരാൻ പുച്ഛമായിരുന്നല്ലോ. അല്ല ഈ വീടൊക്കെ അറിയുവോ എന്നൊക്കെ ഇങ്ങനെ ശാരദയോട് ചോദിക്കണം. അപ്പോഴേക്കും വിനീത് പറഞ്ഞു, അമ്മ എന്തായി പറയണേ? അമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അമ്മ ഇങ്ങനെ സംസാരിക്കുന്ന പറഞ്ഞു. സംസാരിക്കൂടാ, ഞാൻ സംസാരിക്കും. അമ്മേ ഒന്നുമല്ലല്ലോ, അമ്മയുടെ ആങ്ങളയുടെ മക്കളല്ലേ. ആങ്ങളയുടെ മക്കള് ആങ്ങളയ്ക്ക് പോലും എന്നെ ഇഷ്ടമില്ലായിരുന്നു. പിന്നെ ആങ്ങളിപ്പം ജീവിച്ചിരിക്കുന്നില്ലോ. പിന്നെ ആങ്ങളുടെ ഭാര്യയും മക്കളെ ഞാൻ കണ്ട കാര്യമൊന്നുമില്ല. എന്തൊരു അഹങ്കാരമായിരുന്നു. കഴിഞ്ഞ ദിവസം വരെ ഇവളുടെയൊക്കെ നാക്കിന് നീളം ഇത്രയ്ക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ശാരദ ഇങ്ങനെ സുജാത ദേഷ്യപ്പെടുവാണ്. ശാരദയ്ക്കൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരവസ്ഥ. പെൺമക്കളെയും വിളിച്ചുകൊണ്ട് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. ഒരാശ്രയത്തിനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ കിട്ടിയ അവസരം നന്നായിട്ട് മുതലാക്കുവാണ് സുജാത. പിന്നീട് സുജാത പറഞ്ഞു, എനിക്കറിയാമായിരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന്. കാരണം പണമുള്ള സമയത്ത് ഇഷ്ടംപോലെ ആൾക്കാരും കൂട്ടൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം അങ്ങോട്ടേക്കായിരുന്നു, ആ ജയബാലൻ്റെ വീട്ടിലേക്ക്. എന്നിട്ടിപ്പോൾ ഒന്നുമില്ലാതെ വന്നു കഴിഞ്ഞപ്പം തെണ്ടി കുത്തുവാട എടുത്തു കഴിഞ്ഞപ്പം തെരുവിലേക്ക് ഇറങ്ങേണ്ട സമയത്ത് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നു. ഇവരൊന്നും ഇവിടെ കയറ്റി താമസിപ്പിക്കാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം ഈ വീടിന് അതേ മാത്രം വലിപ്പവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എന്തിനാ ഇവരെ ഇവിടെ കയറ്റി താമസിപ്പിക്കണേ? അപ്പോഴേക്കും വിനീത് പറഞ്ഞു, അമ്മ ഇങ്ങോട്ടേക്ക് വന്നേന്നും പറഞ്ഞുകൊണ്ട് ശാരദയെ കയ്യെ പിടിച്ചു. ശാരദയിലെ സുജാതയെ കയ്യെ പിടിച്ചു വലിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാണ്. എന്നിട്ട് പറഞ്ഞു, അമ്മ ഇതെന്ത് വർത്താനമ്മ പറയണേ? അമ്മയ്ക്ക് ഇതെന്ത് പറ്റിയെന്ന് ചോദിച്ചു. എടാ നീ മിണ്ടരുത്. നിന്റെ ആ ഗംഗയുടെ കല്യാണം നേരത്തെ തീരുമാനിച്ചു വെച്ചാൽ, എന്നിട്ടോ അവൾക്ക് വലിയ ഗൾഫുകാരനെ മതി പോലെ, നിന്നെ വേണ്ട, നീ ഒരു തയ്യൽക്കാരനാന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം എന്നിട്ട് വന്ന് നിൽക്കുന്ന കണ്ടില്ലേ? ഇതാടാ പറഞ്ഞ ദൈവം എന്ന് പറഞ്ഞ ഒരാൾ മുകളിലുണ്ടെന്ന്. ഇങ്ങനെ തന്നെ കിട്ടണം. എല്ലാം വന്ന് കേണാപേക്ഷിച്ച് നിൽക്കുന്ന കണ്ടില്ലേ? എൻ്റെ അമ്മ ദൈവത്തെ ഓർത്ത് അമ്മ പ്രശ്നം ഉണ്ടാക്കലെന്ന് പറഞ്ഞു. ഈ സമയത്ത് കാവേരി ശാരദയോട് പറഞ്ഞു, അമ്മേ നമുക്ക് പോകാമേ, നമുക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകാമെന്ന് പറഞ്ഞു. ഇവിടെ നിൽക്കേണ്ടെന്ന് പറഞ്ഞു. ആ സമയം ശാരദ ചോദിച്ചു, എങ്ങോട്ട് പോകുമെന്ന് ചോദിച്ചു. എങ്ങോട്ടേലും പോകാം, പക്ഷെ എനിക്കിവിടെ നിൽക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുവാണ്. ഗംഗയ്ക്കും യമുനയ്ക്കും നിളയ്ക്കൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആ സമയത്ത് ഒരു വിധത്തിൽ സുജാതിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കുവാണ് വിനീത്. അമ്മ ഒന്നുമല്ലേലും ഇതേ അമ്മയുടെ അമ്മയെ ആൾക്കാരൊക്കെയല്ലേ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അമ്മ എങ്ങനെയൊക്കെ പെരുമാറിയാൽ എങ്ങനെയാണ്? എടാ എൻ്റെ അമ്മ വേണേൽ ഇവിടെ കയറി താമസിച്ചോട്ടെ, പക്ഷേ എങ്കിൽ അവരെ ഇവിടെ കയറ്റി ഞാൻ താമസിപ്പിക്കില്ല എന്ന് പറഞ്ഞു. വിനീത് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറയാം, അമ്മ ഇങ്ങനെ ഒരു തീരുമാനം എടുത്താൽ എനിക്കും ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. എന്തായാലും അവരെ തള്ളിക്കളയാൻ ഞാൻ ഒരുക്കല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ശാരദയ്ക്കും മക്കൾക്കും വേണ്ടിയിട്ട് വിനീത് കടന്ന് ഗുസ്തി പിടിക്കുവാണ് സുജാതയുമായിട്ട്. എന്ത് വന്നാലും അവരിവിടെ കയറ്റി താമസിപ്പിക്കുമെന്നും പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.